ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. ജനിത് 2K26ന്റെ പ്രൗഢമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ താല്പര്യനായ രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്ത് ഖുർആൻ മനഃപ്പാഠമാക്കിയ മെഹമൂദ് അൽ അഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കായി വിവദിച്ചു നൽകി. അതിലൊരു നാട്ടുരാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. മെഹമൂദ് അൽ അഫന്തിയും സുഹ്റയുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം നായാട്ടിനായി ദേഹത്തെല്ലാം എണ്ണ തേച്ച് കൊട്ടാര മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു മെഹമൂദ് അൽ അഫന്തി. ഖുർആനിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മെഹമൂദ് അൽ അഫന്തിയുടെ ആദരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മെഹമൂദ് അൽ അഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരം എടുക്കുന്നവനും അത് കൊടുക്കുന്നവനും അള്ളാഹു ആണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്ത് പുലി. പുലിയോ? രാജാവ് പൂമുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുലി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അവസാനം രാജാവ് തന്റെ ഉടവാൾ വലിച്ചൂരി പുലിക്കു നേരെ നീങ്ങി. പുലി ഇടതൂർന്നു നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടി. പിറകെ മെഹമൂദ് അൽ അഫന്തി കുതിരപ്പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മെഹമൂദ് അൽ അഫന്തി ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങി. ഇതേ സമയം നമ്മുടെ സുഹ്റയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹ്റയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപികനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ എന്നെ മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരക്കി, കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന അവർ കാട് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ കാട് കയറിക്കൊണ്ടിരിക്കെ വഴിയിൽ എന്തോ ഒരു സാധനം കിടക്കുന്നു. അവർ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. ദേഹത്തെല്ലാം എണ്ണ തേച്ച് ഒരുത്തൻ സുഖമായി കിടന്നുറങ്ങുന്നു. ഇവൻ തന്നെ കള്ളൻ എന്ന് പറഞ്ഞ് മെഹമൂദ് അൽ അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുരമൂറും സ്വരത്തിൽ തടവറയിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മെഹമൂദ് അൽ അഫന്തി. അതിൽ ആദിഷ്ടരായ സുഹ്റ കള്ളനെ തന്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. ഭാവി വരനാണെന്ന് പോലും അറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴോ തന്റെ വെറും വരൻ മെഹമൂദ് അൽ അഫന്തിയാണെന്ന് മനസ്സിലായത്. ഒരു കള്ളനും വികലാംഗനുമായ ഒരാളെ തനിക്ക് ഭർത്താവായി കിട്ടില്ലെന്ന് കരുതിയ സുഹ്റ ഒരു പ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി കിട്ടാൻ വാശി പിടിച്ചു. പ്രാന്തിയായ തന്റെ മകളുടെ വിവാഹബന്ധം ആലോചിച്ച് രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിന്റെ വണ്ണമോർത്ത് അള്ളാഹുവിനോട് മനം മുരുകി പക്ഷാതപിക്കുകയാണ് മെഹമൂദ് അൽ അഫന്തി. അന്ന് രാത്രി മെഹമൂദ് അൽ അഫന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മെഹമൂദ് അൽ അഫന്തിയുടെ കിനാവുക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. തങ്ങളോട് തന്റെ വിഷമങ്ങളെല്ലാം അവതരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. അത്ഭുതം, അത്യാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമറ്റതും 2 കൈകളും പഴയ രീതിയിലായിരിക്കുന്നു. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, അങ്ങനെ കൊട്ടാരം മൊത്തം പാട്ടായി. ഇതറിഞ്ഞ രാജാവ് മെഹമൂദ് അൽ അഫന്തിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. രാജൻ, അങ്ങ് എന്നോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതും അറിയാതെ. ഞാൻ എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. കൂട്ടുകാരെ, അള്ളാഹു വിചാരിച്ചാൽ ഏതൊരു കാര്യവും മാറി മറിയുമെന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.